കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ മറ്റു വിവരങ്ങൾ നോക്കാം. കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ, കാസർഗോഡ് ജില്ലയിലെ കുമ്പള, കൽനാട്, തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളം, അഞ്ചുതെങ്ങ്, വേളി, കണ്ണൂർ ജില്ലയിലെ ചിറ്റാരി, കൊല്ലം ജില്ലയിലെ പരവൂർ ഇവയെല്ലാം തണ്ണീർത്തടങ്ങൾക്ക് ഉദാഹരണമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഉപ്പളക്കായൽ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ വേളിക്കായലാണ്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം മാനാഞ്ചിറയാണ്. വാരാപ്പുഴ കായലിൽ പതിക്കുന്ന പെരിയാറിന്റെ ഒരു ശാഖയാണ് മാർത്താണ്ഡൻ പുഴ. അഞ്ചുതെങ്ങ് കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നത് മുതലപ്പൊഴിയാണ്. കഠിനംകുളം കായലിനെ വേളിക്കായലുമായി ബന്ധിപ്പിക്കുന്നത് പാർവതി പുത്തനാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് അല്ലെങ്കിൽ തണ്ണീർത്തടം വേമ്പനാട്ട് കായലാണ്. റംസാർ സൈറ്റുകൾ തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർണമായ വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്നതാണ് റംസാർ സൈറ്റുകൾ. റംസാർ ഉടമ്പടി ഇറാനിലാണ് നിലവിൽ വന്നത്. 1975 നിലവിൽ വന്നു. ഒപ്പുവെച്ച വർഷം 1971. ഇന്ത്യ റംസാർ കൺസർവേഷൻ അംഗമായത് 1982 ഫെബ്രുവരി 1. കേരളത്തിലെ റംസാർ കേന്ദ്രങ്ങളാണ് അഷ്ടമുടി കായൽ, വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ എന്നിവ.